സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 32 തിരുവചനം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ ആത്മീക സത്യം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തലനായ പൗലോസ് താൻ സ്ഥാപിച്ച റോമിലെ സഭാജനങ്ങൾക്ക് എഴുതുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ്. ആ സർവശക്തനായ പിതാവായ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സകല ജാതി ജനങ്ങളെയും അതിയായി സ്നേഹിക്കൊണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ നിത്യജീവൻ പ്രാപിക്കുവാൻ, അവർ രക്ഷ പ്രാപിക്കുവാൻ, അവർ എന്നേക്കും ആ ദൈവത്തിൻ്റെ മക്കളായി, പ്രിയമക്കളായി അവിടുത്തോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, ശാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, ശത്രുവായ പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും വിടുവിച്ച്, എല്ലാറ്റിനുപരിയായി മരണത്തിൽ നിന്ന് വിടുവിച്ച്, നിത്യമരണത്തിൽ നിന്ന് തന്നെ വിടുവിച്ച് നിത്യരക്ഷയാകുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകിയെന്നാണ് ആദ്യ ഭാഗത്ത് കാണുന്നത്. നാം ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും നൽകിയാൽ കണക്ക് നോക്കിയോ തൂക്കി നോക്കിയോ എണ്ണിയോ ഒക്കെ ആയിരിക്കും നൽകുക. എന്നാൽ അളവ് കൂടാതെ, കണക്ക് നോക്കാതെ, എണ്ണി തിട്ടപ്പെടുത്താതെ നമ്മുടെ രക്ഷാർത്ഥം ദൈവം തനിക്ക് ഉള്ള ഏകജാതനെ നമ്മുടെ രക്ഷയ്ക്കായി നൽകിയെന്നാണ് സാരം. തുറന്നു കാണുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിയ സർവശക്തനായ ദൈവം നമുക്ക് ആവശ്യമായിരിക്കുന്ന സകലവും ആ ദൈവത്തോടുകൂടെ നൽകാതിരിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നാം ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്, അഥവാ മനനം ചെയ്യേണ്ടതാണ്. ദൈവസന്നിധിയിൽ നാം ഈ ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തെ ഓർക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുക. നമുക്ക് ഒരേ ഒരു മകനുണ്ടെങ്കിൽ ആ മകനെ നാം ആവശ്യക്കാർക്ക്, അഥവാ അത് നമ്മോട് ആവശ്യപ്പെടുന്നവർക്ക് നൽകുവാൻ തുനിയുമോ? ഒരിക്കലുമില്ല. സ്വർഗത്തിലെ സർവശക്തനായ ദൈവത്തിന് ഏക പുത്രനാണ് ഉണ്ടായിരുന്നത്. ആ ഏകജാതനായ പുത്രനെ നമ്മെ സ്നേഹിക്കുന്ന നിമിത്തം നമുക്ക് വേണ്ടി നൽകിയ നിത്യസ്നേഹം, ഈ നിത്യസ്നേഹത്തിന് പകരം വയ്ക്കുവാനാകില്ല. നമുക്ക് നമ്മെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുന്നിൽ
സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ആ ദൈവം നമുക്ക് അനുനിമിഷം ആവശ്യമായതൊക്കെ നൽകും. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും വലുത് ദൈവം നൽകിയിരിക്കുന്നു. ആമേൻ.